ഹലോ ഫ്രണ്ട്സ്, വേറെ മൂന്ന് പ്രൊഡക്ട്സ് കൊണ്ടിട്ട് എങ്ങനെ ഒരു കൊറിയൻ ഗ്ലാസ് സ്കിൻ നേടിയെടുക്കാം എന്നുള്ളതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. സോ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ഷെയർ കമൻറ്റ്. സോ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. ഇന്ന് ഞാൻ തംബ്നെയിൽ പറഞ്ഞിട്ടുള്ള പോലെ ഗ്ലാസ് സ്കിൻ എങ്ങനെ നേടാം എന്നുള്ളതാണ് കേട്ടോ കാണിച്ചു തരുന്നത്. അപ്പോൾ കൊറിയൻ സ്കിൻ എന്ന് പറഞ്ഞിട്ട് ഗ്ലാസ് സ്കിൻ കാണിക്കാണ്ട് പോയാൽ മോശമല്ലേ ഗൈസ്? സോ ഇന്നത്തെ വീഡിയോ അതാണ് കേട്ടോ, ഗ്ലാസ് സ്കിൻ എങ്ങനെ നേടാം വെറും മൂന്ന് പ്രൊഡക്ട്സ് കൊണ്ടിട്ട്. സോ ഗ്ലാസ് സ്കിന്നിനായിട്ട് ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ് ഇസിൻട്രി. ഇസിൻട്രിയുടെ ഹൈലൂറോണിക് ആസിഡ് റേഞ്ചിൽ വരുന്ന പ്രൊഡക്ട്സ് ആണ് ഇന്നിവിടെ യൂസ് ചെയ്തിട്ടുള്ളത്. സോ എൻ്റെ സ്കിൻ ഫേസ് വാഷ് ഇട്ട് ഞാൻ കഴുകിയിട്ടുണ്ട്. ഒരു കോമ്പിനേഷൻ ഡ്രൈ സ്കിന്നാണ്. ഡ്രൈ സ്കിൻ ആയതുകൊണ്ട് തന്നെ ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയ ഏത് പ്രൊഡക്ട്സും എൻ്റെ സ്കിന്നിന് നന്നായി സൂട്ട് ആവും കേട്ടോ. സോ ഫസ്റ്റ് തന്നെ ഒരു ടോണറാണ് കാണിക്കുന്നത്, ഇസിൻട്രിയുടെ ഹൈലൂറോണിക് ആസിഡ് ടോണർ. ഇതിലിവർ ഒരു ഹൈലൂറോണിക് ആസിഡ് അല്ല, മറിച്ച് 5 ടൈപ്സ് ഓഫ് ഹൈലൂറോണിക് ആസിഡാണ് യൂസ് ചെയ്തിട്ടുള്ളത്. കൂടാണ്ട് ഇതിൻ്റെ റേറ്റാണ് എടുത്ത് പറയേണ്ട ഒരു കാര്യം. കൊറിയൻ പ്രൊഡക്ട്സ് നിങ്ങൾക്കറിയാം കുറച്ച് എക്സ്പെൻസീവാണ്. പക്ഷേ ഈ ഒരു പ്രൊഡക്റ്റ് ഉണ്ടല്ലോ, ഇതിൻ്റെ വില വെറും 150 രൂപയേ ഉള്ളൂ. സോ 150 രൂപയ്ക്ക് ഇതേപോലത്തെ ഒരു കിടക്കാച്ചി ഐറ്റംസ് കിട്ടണമെങ്കിൽ കുറച്ച് പാടാണ് കേട്ടോ. ഈ ഒരു ടോണർ മാത്രം മതി നിങ്ങളുടെ സ്കിന്ന് നല്ല പോലെ ഹൈഡ്രേറ്റ് ആവും കേട്ടോ. ഒരുപാട് വാട്ടറി ടെക്സ്ചറൊന്നും അല്ല, കുറച്ചൊരു വഴുവഴുപ്പൻ സ്ലൈമി ആയിട്ടുള്ളൊരു ടെക്സ്ചറാണ്. നമ്മളുടെ ഈ കൊറിയൻ പ്രൊഡക്ട്സിനൊക്കെ അങ്ങനത്തെ ഒരു ടെക്സ്ചറാണ് കേട്ടോ. മിക്കവാറും എല്ലാ പ്രൊഡക്ട്സിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ടോണർ ഇതേപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. സോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. കാരണം എൻ്റെ സ്കിൻ ഇപ്പോൾ ഒരു നല്ല ഡ്രൈ ആയിട്ട് തോന്നുന്നുണ്ട്. കുറച്ചിങ്ങനെ ഒരു വലിയുന്നൊരു പോലെ എനിക്ക് ഡ്രൈനെസ് കൊണ്ടിട്ട് തോന്നുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഹൈലൂറോണിക് ആസിഡ് ടോണർ നല്ല പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട്. സ്കിൻ അത് നല്ല പോലെ അബ്സോർബ് ചെയ്യാനായിട്ട് ടൈം കൊടുക്കുക. ഈ ഒരു റേഞ്ചിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഗ്ലാസ് സ്കിന്നാണ് അവരുദ്ദേശിക്കുന്നത്. കൂടാണ്ട് നമുക്ക് നല്ല നാച്ചുറൽ ഗ്ലോ കിട്ടും കേട്ടോ. ഒട്ടും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ളൊരു ഗ്ലോ അല്ല ഇത് കൊടുക്കുന്നത്. നമ്മുടെ ഒരു ഗ്ലോ വിത്തിൻ എന്നൊക്കെ പറഞ്ഞ പോലെ ഉള്ളിൽ നിന്നൊരു ഗ്ലോ, സ്കിന്നിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ഒരു നാച്ചുറൽ ഗ്ലോ ആണ് ഈ ഒരു പ്രൊഡക്ട്സ് കൊടുക്കുന്നത്. ഇനി ഇത് അബ്സോർബ് ചെയ്യാനായിട്ട് ഞാൻ കുറച്ച് ടൈം കൊടുക്കുന്നുണ്ട്, ഒന്ന് ഡ്രൈ ആയി കിട്ടട്ടെ. സോ ഡ്രൈ ആയി കഴിഞ്ഞു. നമുക്ക് ആ ഒരു വെറ്റ്നെസ് ഒക്കെ പോയിട്ടോ സ്കിന്നിൽ നിന്ന്. ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കുറച്ചൊരു ഹൈഡ്രേറ്റഡ് ഫീലാണ് എൻ്റെ സ്കിന്നിന് വരുന്നത്. ഇനി നെക്സ്റ്റ് പ്രൊഡക്റ്റ്, അതാണ് നമ്മുടെ മാജിക് പ്രൊഡക്റ്റ്. ഒരു മോയ്സ്ചറൈസറാണ്. ഇസിൻട്രിയുടെ തന്നെ 5 ഹൈലൂറോണിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഒരു മോയ്സ്ചറൈസർ. സോ ഇത് ഞാൻ മേടിച്ചിട്ട് കുറച്ച് ടൈം ആയി, അതുകൊണ്ട് തന്നെ ഞാൻ യൂസ് ചെയ്ത് ഇതിലിപ്പോൾ പ്രൊഡക്ട്സ് കുറവാണ് കേട്ടോ. ബട്ട് സ്റ്റിൽ ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടിയിട്ടുള്ള പ്രൊഡക്റ്റ് ഇതിലുണ്ട്. അപ്പോൾ ഞാനിത് എങ്ങനെ യൂസ് ചെയ്യണമെന്ന് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ ഒരു ട്യൂബിലാണ് വരുന്നത്. അത്യാവശ്യം ഒരു ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ബട്ട് ഇതിൻ്റെ റേറ്റ് വരുന്നത് 1000 സംതിങ് ആണ്. ഞാനതിൻ്റെ റേറ്റും ലിങ്കിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് ലിങ്ക് വേണമെങ്കിൽ ചോദിച്ചാൽ മതി കേട്ടോ. സോ ഇതേപോലെ ഒരു ഡ്രോപ്പ് എടുക്കുമ്പോൾ തന്നെ നമുക്ക് കാണാൻ പറ്റും, സ്പ്രെഡ് ചെയ്യുമ്പോഴേക്കും ഒരു ഗ്ലാസ് ഫിനിഷിലാണ് സ്കിന്ന് മാറുന്നത് കേട്ടോ. ഓയിലി ഫീൽ പോലത്തെ ഗ്ലാസ് സ്കിൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. നല്ല ഒരു ഗ്ലോവി ടൈപ്പ്. ചില ഗ്ലാസ് സ്കിൻ പ്രൊഡക്ട്സ് ഉണ്ട് നമ്മുടെ സ്കിന്നിനെ ഒരുപാട് ഓയിലി പോലെ ആക്കും. ഇത് അങ്ങനെ ആക്കില്ല കേട്ടോ. അതുകൊണ്ട് തന്നെ ഓയിലി സ്കിന്നിനും ഡ്രൈ സ്കിന്നിനും ഒരുപോലെ യൂസ് ചെയ്യാവുന്ന ഒരു പ്രൊഡക്റ്റാണിത്. ഞാൻ ഹൈ പോയിൻറ്റിലാണ് കൂടുതലും ഇത് യൂസ് ചെയ്യണത്. കാരണം നമുക്ക് ആ ലൈറ്റ് വരുമ്പോഴേക്കും അവിടെ നിന്നാണ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോൾ ഗ്ലാസ് സ്കിന്നിൻ്റെ ആ ഒരു എഫക്റ്റ് തോന്നുന്നത് കേട്ടോ. സോ ഇത് നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്യാവശ്യം ക്വാണ്ടിറ്റി എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം ഞാൻ പറഞ്ഞില്ലേ, എൻ്റെ സ്കിൻ ഇന്ന് വളരെ ഡ്രൈ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പോൾ ഡ്രൈനെസ് ലെവൽ അനുസരിച്ച് നിങ്ങൾക്കിത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അപ്ലൈ ചെയ്യുമ്പോൾ തന്നെ സ്കിന്നിന് ആ ഒരു സ്കിന്നിൻ്റെ ഹാപ്പിനെസ് നമുക്ക് മനസ്സിലാകാൻ പറ്റും കേട്ടോ. കാരണം എന്തോ ഒരു ഇത്രയും നാൾ വെള്ളം കിട്ടിയൊരവസ്ഥയാണ് സ്കിന്നിന് ഫീൽ ചെയ്യുന്നത് കേട്ടോ ഈ ഒരു ക്രീം ചെല്ലുമ്പോൾ. സോ ഹൈ പോയിൻറ്റ്സിലും കഴുത്തിലും കൈയുടെ ബാക്കിലൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. നമ്മൾ മുഖം മാത്രം ശ്രദ്ധിച്ചാൽ പോരാ, കഴുത്തിൻ്റെ അടിയിലും ഇതേപോലത്തെ പ്രൊഡക്ട്സൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കണം. കൂടാണ്ട് കൈകളിലും നിങ്ങൾ മോയ്സ്ചറൈസേഴ്സ് അപ്ലൈ ചെയ്യണം കേട്ടോ. ഒന്നും കൂടി ഞാൻ ഹൈ പോയിൻറ്റ്സിലൊക്കെ നല്ല പോലെ അപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴേക്കും ആ ഒരു ഗ്ലാസ് സ്കിൻ എന്താണെന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഒട്ടും സ്മെല്ലില്ല കേട്ടോ. ഫ്രാഗ്രൻസ് ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്ട്സാണ് ഇവരുടേത്. കൂടാതെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് പോലും യൂസ് ചെയ്യാൻ പറ്റുന്ന പ്രൊഡക്ട്സാണ്. ഇതൊരു നോൺ സ്പോൺസേർഡ് വീഡിയോ ആണ്. ഞാൻ സ്വന്തം കാശ് കൊടുത്ത് മേടിച്ചതാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ജെന്യൂൻ ആയിട്ടുള്ള റിവ്യൂ ആണ് പറയുന്നത്. ഇപ്പോൾ ഹൈലൂറോണിക് ടോണറും ഇട്ട് കഴിഞ്ഞു, മോയ്സ്ചറൈസറും ഇട്ട് കഴിഞ്ഞു. ഇനി ഇതും കുറച്ചൊന്ന് ആ ഒരു എന്താ പറയുക ഈർപ്പം ഒന്ന് വലിയാനായിട്ടുള്ള സമയം കൊടുക്കുക. ഇപ്പോൾ തന്നെ എൻ്റെ സ്കിന്നിലൊരു ഗ്ലോ ഒക്കെ വരാൻ തുടങ്ങി കേട്ടോ. ഈ ഒരു ഗ്ലോ 24 hours നിൽക്കുന്ന ഗ്ലോ ആണ്. നിങ്ങൾ എപ്പോഴാണ് ഫേസ് വാഷ് ചെയ്യുന്നത് ആ ഒരു ടൈം വരെ ഈ ഗ്ലോ സ്കിന്നിൽ ഉണ്ടാവും കേട്ടോ. ഈ ഗ്ലോവിൻ്റെ പ്രധാന കാരണം ഹൈലൂറോണിക് ആസിഡുകളാണ്.
ഇതിൽ 5 തരത്തിലുള്ള ഹൈലൂറോണിക് ആസിഡാണ് കമ്പനി യൂസ് ചെയ്തിട്ടുള്ളത്. ഇനി ഞാൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ പോകുന്ന എൻ്റെ ലാസ്റ്റ് സ്റ്റെപ്പാണ് കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ മസ്റ്റായിട്ട് ഉപയോഗിക്കേണ്ട ഒന്നാണ്. ഇസൻട്രിയുടെ തന്നെ സൺസ്ക്രീനാണ്. പക്ഷേ ഇത് ഞാൻ യൂസ് ചെയ്ത് അതിൽ 2-3 ഡ്രോപ്സേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ എനിക്കിതിനി മുറിച്ചിട്ട് വേണം അതിൻ്റെ ഉള്ളിൽ നിന്ന് പ്രൊഡക്റ്റ് എടുക്കാനായിട്ട്. ഞാനിത് പ്രസ് ചെയ്ത് നോക്കിയിട്ടൊന്നും വരുന്നുണ്ടായിരുന്നില്ല, കാരണം അത്രയും ഞാനിത് യൂസ് ചെയ്തിട്ടുണ്ട് എൻ്റെ ഒരു സ്കിൻ കെയറിൽ. ഇതിൻ്റെ ഒരു ആപ്ലിക്കേറ്റർ കണ്ടോ, നല്ലൊരു ആപ്ലിക്കേറ്ററാണ് കേട്ടോ. പിന്നെ എടുത്ത് പറയേണ്ട കാര്യം, ഇതിൽ വൈറ്റ് കാസ്റ്റ് ഒട്ടും തന്നെ ഇല്ല കേട്ടോ. വൈറ്റ് കാസ്റ്റ് ഇല്ല. നമ്മുടെ ഇന്ത്യൻ സ്കിന്നിന് പറ്റിയ തരത്തിലുള്ളൊരു സൺസ്ക്രീനാണ്. ഇതേപോലെ നല്ല വൈറ്റിഷ് കളറിലാണ്, നന്നായിട്ട് ബ്ലെൻഡ് ആവുന്നൊരു ടെക്സ്ചറും കൂടിയാണ് കേട്ടോ. സോഫ്റ്റ് ടെക്സ്ചറാണ്, പക്ഷേ വൈറ്റ് കാസ്റ്റ് തീരെ ഇല്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഈ ഒരു പ്രൊഡക്റ്റിനും ഫ്രേഗ്രൻസ് ഒന്നുമില്ല കേട്ടോ. അപ്പോൾ എത്ര സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ളവർക്കും യൂസ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൊഡക്റ്റാണിത്. നല്ലപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഈ ഒരു 3 പ്രൊഡക്റ്റാണ് ഈ ഒരു റേഞ്ചിൽ വരുന്നത്. പിന്നെ ഇവർക്ക് ഒരു ഫേസ് വാഷും കൂടി അവൈലബിൾ ആണ്. ഞാനത് മേടിച്ചിട്ടില്ല, കാരണം അതത്ര എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് തോന്നിയില്ല. നമ്മൾ ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോഴേക്കും ഹൈലൂറോണിക് ആസിഡ് ഒന്നും മുഖത്ത് നിൽക്കാൻ പോകുന്നില്ലല്ലോ. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് ആ ഒരു റേഞ്ചും കൂടി ട്രൈ ചെയ്യണമെങ്കിൽ നല്ലതായിരിക്കും. ഇത്രയും പ്രൊഡക്റ്റ് ഒറ്റ സ്ട്രെച്ചിൽ യൂസ് ചെയ്യണം കേട്ടോ. ടോണർ, മോയ്സ്ചറൈസർ, പിന്നെ സൺസ്ക്രീൻ. ഇനി അഥവാ നിങ്ങൾക്ക് എല്ലാം മേടിക്കാൻ പറ്റില്ലെങ്കിലും ആ ഒരു ടോണർ പോലും യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ബെനിഫിറ്റ് കൂടുതലാണെന്ന് ഞാൻ പറയുള്ളൂ. ഈ കൊറിയൻ പ്രൊഡക്ട്സിൻ്റെ ഒരു ഡ്രോബാക്ക് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ക്വാണ്ടിറ്റി വളരെ കുറവായിരിക്കും, എക്സ്പെൻസീവും ആയിരിക്കും. ചെറിയ ക്വാണ്ടിറ്റിയും വലിയ വിലയും ആയിരിക്കുള്ളൂ ഈ ഒരു പ്രൊഡക്ട്സിൻ്റെ. പക്ഷേ അത് ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുള്ള മാറ്റം അത് വളരെ വലുതാണ്. ഞാനൊരു കൊറിയൻ സ്കിൻ കെയർ ഫാനാണ് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ചാനലിൽ മിക്കതും ഞങ്ങൾ കൊറിയൻ സ്കിൻ കെയറിൻ്റെ വീഡിയോസാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്തൊക്കെ വീഡിയോസാണ് ഇനി നെക്സ്റ്റ് അപ്ലോഡ് ചെയ്യേണ്ടതെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ചാനൽ ആദ്യമായിട്ട് കാണണമെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ സൺസ്ക്രീൻ ഒരിക്കലും നിങ്ങൾ മുഖത്ത് മാത്രമല്ല കഴുത്തിൻ്റെ അടിയിലൊക്കെ യൂസ് ചെയ്യണം കേട്ടോ, കാരണം അവിടെ റിങ്കിൾസും ഏജിങ് ഒക്കെ എടുത്തറിയുന്ന ഒരു സ്ഥലമാണ്. പിന്നെ കൂടാണ്ട് ഞാൻ കൈയുടെ ബാക്കിലും നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ സൺസ്ക്രീനും കൂടി ഇട്ട് പ്രൊട്ടക്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമ്മുടെ സ്കിൻ കെയർ കഴിഞ്ഞു കേട്ടോ. ഗ്ലാസ് സ്കിന്നിനായിട്ട് ഞാൻ ചെയ്യുന്നത് ഈ ഒരു 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്യുക എന്നുള്ളതാണ്. സോ ഈ ഒരു ഗ്ലോ നമുക്ക് പെട്ടെന്നൊന്നും പോവില്ല. അപ്പോൾ നിങ്ങൾക്കൊരു ഫംഗ്ഷനൊക്കെ പുറത്തൊക്കെ പോവുകയാണെങ്കിൽ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഇത്രയും 3 പ്രൊഡക്ട്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ തന്നെ നല്ല ഗ്ലോവി ആയിട്ട് ഇരിക്കും കേട്ടോ മുഖം. ഓയിലി ആയിട്ടുള്ള ഫീലൊന്നുമില്ല. നമ്മൾ ടച്ച് ചെയ്ത് നോക്കുമ്പോഴേക്കും നമുക്ക് സ്കിന്നായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുള്ളൂ കേട്ടോ. സോ ഇതാണ് എൻ്റെ ഗ്ലാസ് സ്കിൻ ട്യൂട്ടോറിയൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ലൈറ്റ് റിഫ്ലക്റ്റ് ചെയ്യുമ്പോഴാണ് നമുക്ക് ആ ഗ്ലാസ് സ്കിന്നിൻ്റെ ഗ്ലോ അറിയാൻ പറ്റുന്നത്. ഈ പ്രൊഡക്ട്സിൻ്റെ ലിങ്ക് വേണ്ടവർ കമൻറ്റ് ബോക്സിൽ ചോദിച്ചാൽ മതി കേട്ടോ, ഞാൻ ലിങ്ക് അയച്ചു തരാം. ഞാൻ സാധാരണ നൈക്കയിൽ നിന്നാണ് ഈ കൊറിയൻ പ്രൊഡക്ട്സ് യൂസ് ചെയ്യാറുള്ളത്. ഓഫർ ടൈമൊക്കെ വരികയാണെങ്കിൽ നല്ലപോലെ ഡിസ്കൗണ്ടഡ് ആയിട്ട് ഈ പ്രൊഡക്ട്സ് കിട്ടും കേട്ടോ. അപ്പോൾ ആ ഒരു ടൈമിൽ മേടിക്കണമായിരിക്കും നല്ലത്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പറയുക. കൊറിയൻ സ്കിൻ കെയർ ഇഷ്ടപ്പെടുന്ന ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാൻ മറക്കണ്ട. ബൈ.